വാർത്തകളിലേക്ക് വിശദമായി. ശബരിമല യുവതീ പ്രവേശന വിഷയം പരിഗണിക്കാൻ സാധ്യത തേടി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച്. 9-അംഗ ബെഞ്ച് രൂപീകരിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങളും ബെഞ്ച് പരിഗണിക്കും. വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, എന്താണിപ്പോൾ കോടതി ഈ വിഷയത്തിലേക്ക് വീണ്ടും ഇറങ്ങുന്നത്? കൃഷ്ണരാജ്, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ ചില നിലപാട് അറിയിച്ചതാണ് ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക ചർച്ചാ വിഷയമായും വാർത്തയായും പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ശബരിമല സ്ത്രീ പ്രവേശനം അല്ലെങ്കിൽ യുവതീ പ്രവേശനം സംബന്ധിച്ച് കൃത്യമായൊരു വിധി വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായത്. സ്വാഭാവികമായും യുവതീ പ്രവേശനത്തിന് അനുമതി നൽകിയ അല്ലെങ്കിൽ യുവതികൾക്ക് പ്രവേശിക്കാമെന്ന രീതിയിൽ അനുമതി നൽകിയ വിധിക്കെതിരെ നിരവധിയായ റിവ്യൂ പെറ്റീഷനുകളാണ് അല്ലെങ്കിൽ പുനഃപരിശോധന പെറ്റീഷനുകളാണ് എത്തുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു 9-അംഗ ബെഞ്ച് രൂപീകരിക്കുന്നത് സംബന്ധിച്ച് നേരത്തെ ശബരിമല കേസിൽ വിധി പ്രഖ്യാപിച്ചത് 5-അംഗ ബെഞ്ചാണെങ്കിൽ ഒരു 9-അംഗ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് കേസ് പരിഗണിക്കുന്നത് സംബന്ധിച്ച ഒരു ആലോചന നടക്കുന്നുണ്ട്. അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്നുവെന്ന് കൃത്യമായി ചീഫ് ജസ്റ്റിസ് പറയുന്നൊരു സാഹചര്യമുണ്ടായത്. സൂര്യകാന്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമല വിഷയവും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇസ്ലാമിക ആരാധനാലയങ്ങളിൽ കയറുന്നതിന് അല്ലെങ്കിൽ മോസ്കുകളിൽ കയറുന്നതിനുള്ള തടസ്സം സംബന്ധിച്ച വിഷയവും അതുപോലെ തന്നെ പാഴ്സി വിഭാഗങ്ങളിലും സമാന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന മനുഷ്യാവകാശ ലംഘനം കൂടിയായ ഒരു മതാചാരത്തിൻ്റെ വിഷയം കൂടിയാണ് ഈ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്ന ദാവൂദി ബൊറ വിഭാഗങ്ങൾക്കിടയിലുള്ള ആ ഒരു അനാചാരം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്ത്രീകളും അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു സംഘർഷമുണ്ടായ ഒരു നിയമ സാഹചര്യം ഉണ്ടായപ്പോൾ ആ സാഹചര്യം പരിശോധിക്കുന്നതിനെ ഒരു 9-അംഗ ബെഞ്ചിനെ രൂപീകരിക്കുന്ന കാര്യം ആലോചനയിലുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 9-അംഗ ബെഞ്ച് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയൊരു ബെഞ്ചായിരിക്കും. തീർച്ചയായും ഈ ഒറ്റ സംഖ്യയിലുള്ള, അതായത് 9 അല്ലെങ്കിൽ 7 എന്നിങ്ങനെയുള്ള അംഗങ്ങളായി വരുമ്പോൾ കൃത്യമായ ഒരു ഭൂരിപക്ഷത്തോടെ അതിലൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ് ഭരണഘടനാ ബെഞ്ചുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നമ്പറുകളിൽ, ഓഡ് നമ്പറുകളിൽ വരുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 9-അംഗ ബെഞ്ച് രൂപീകരിച്ച് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനെ, അതായത് ഈ സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശവും ഭരണഘടന തുല്യതയും എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ മതാചാരങ്ങളും മതസ്വാതന്ത്ര്യവും തമ്മിലുള്ള പ്രശ്നങ്ങളുമായി ഇത് നേരിട്ട് സംഘർഷത്തിലാകുന്ന ഒരു നിയമസംഘർഷത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കൃത്യമായി പഠിക്കുന്നതിനും ഇതിനെ പരിശോധിക്കുന്നതിനും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുന്നതിനും വേണ്ടി ഒരു 9-അംഗ ബെഞ്ചിനെ രൂപീകരിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നും വായിച്ചെടുക്കാവുന്നത് റിവ്യൂ പെറ്റീഷനുകളെല്ലാം തന്നെ പരിഗണിക്കണോ വേണ്ടയോ എന്നത് ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിധിയിൽ വരുന്നൊരു വിഷയമാണ്. അതിനൊരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാനുള്ള സാധ്യത, 7-അംഗ ബെഞ്ച് രൂപീകരിക്കാനുള്ള സാധ്യതയെല്ലാം തന്നെ നേരത്തെ വാർത്തകളായി പുറത്തു വന്നിരുന്നു. ഈ 9-അംഗ ബെഞ്ചിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ വിഷയങ്ങളിൽ ഈ ആരാധനാ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമ്പോൾ, ആരാധനാ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശം സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അത് പല വിഷയങ്ങളിലും സംഘർഷങ്ങളിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, ശബരിമലയിലെ ഒരു പ്രധാന ആചാരത്തിൻ്റെ ഭാഗമാണ് യുവതീ പ്രവേശനം. യുവതികൾക്കുള്ള പ്രവേശനം തടയുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ അത് യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെ ഒരു മാനദണ്ഡം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ അത്തരം എന്തെങ്കിലും അനുഷ്ഠാനങ്ങളുടെ അല്ലെങ്കിൽ ആചാരങ്ങളുടെ ഭാഗമായാണോ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അതൊരു സ്ത്രീ വിരുദ്ധമായ നിലപാടല്ല, മറിച്ച് നമുക്കറിയാവുന്നതാണ് ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ള സ്ത്രീകളെയാണ് പ്രവേശനത്തിൽ നിന്നും വിലക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലൊരു പ്രായപരിധിയുള്ള സ്ത്രീകളെ വിലക്കുന്നത് പ്രായപരിധിയുള്ള സ്ത്രീകളെ, യുവതികളെ, പ്രത്യേകിച്ച് യുവതികളെ ഇത്തരത്തിൽ പ്രവേശനം അനുവദിക്കാതിരിക്കുന്നത് ഒരു അനുഷ്ഠാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് എന്ന ഒരു വസ്തുത നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ചും അത്തരത്തിലുള്ള ചില ചർച്ചകൾ വരുമ്പോൾ അത് നേരിട്ട് ഭരണഘടനയുടെ തുല്യതാ അവകാശത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആരാധനാ സ്വാതന്ത്ര്യവും സ്വാഭാവികമായും ഈ തുല്യത ഉൾപ്പെടെയുള്ള വ്യക്തിഗത സ്വാതന്ത്ര്യങ്ങളും അല്ലെങ്കിൽ ഭരണഘടന നിഷ്കർഷിക്കുന്ന മൗലിക അവകാശങ്ങളും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും ഇതിലൊരു വ്യക്തമായ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അത്തരമൊരു തീരുമാനമെടുക്കേണ്ട സാഹചര്യം ഏത് രീതിയിലാണ് വേണ്ടത് എന്നത് സംബന്ധിച്ച് ഈ 9-അംഗ ബെഞ്ചിൻ്റെ ഒരു തീരുമാനമുണ്ടാകുക എന്നതാണ് പ്രധാനമായും ഈ 9-അംഗ ബെഞ്ച് രൂപീകരിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗൗരവമായൊരു ഇടപെടൽ ഈ ബെഞ്ചിന് നടത്താൻ സാധിക്കും. ഈ ബെഞ്ച് രൂപീകരിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്, ഭാരതത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് അറിയിച്ചിരിക്കുന്നത്. സൂര്യകാന്ത് അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ സാധ്യത പരിശോധിക്കുമെന്ന് കൃത്യമായി തന്നെ പറയുകയും ആ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ മറ്റു പല വിഷയങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ശബരിമലയിലെ യുവതീ പ്രവേശനം അതിലൊന്നു മാത്രമാണ്. മറ്റൊന്ന് പ്രധാന വിഷയം സ്ത്രീകൾക്ക്
മുസ്ലിം മോസ്കുകളിൽ അല്ലെങ്കിൽ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ പ്രവേശനം വിലക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതും സ്വാഭാവികമായും ഈ മതസ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ തന്നെയുള്ള വിഷയങ്ങളുടെ ഒരു സംഘർഷമായി വരുന്നൊരു പശ്ചാത്തലമുണ്ട്. അതുപോലെ തന്നെ പാഴ്സി വിഭാഗങ്ങളിലും സമാനമായ രീതിയിലുള്ള ചില ആചാരങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. മറ്റൊരു പ്രധാന വിഷയം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു സ്ത്രീയുടെ അവകാശവുമായി ബന്ധപ്പെട്ട് നേരിട്ട് വെല്ലുവിളിയിൽ ഏർപ്പെടുന്ന ഒരു വിഷയമാണ്. ദാവൂദി ബോറ വിഭാഗങ്ങളുടെ ഈ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്ന അതീവ ക്രൂരമായ സ്ത്രീയുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തെ പോലും പ്രതികൂലമായി ബാധിക്കുന്ന അല്ലെങ്കിൽ അതിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു നീക്കമുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ, ആ നീക്കങ്ങളെ കൂടി പരിശോധിക്കുന്നതിന്, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അതേസമയം ആരാധനാ സ്വാതന്ത്ര്യവും മതപരമായ അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നതിനെ വ്യക്തമായൊരു നിർവചനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുക. അതായത് ഭരണഘടന മതസ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ മതാനുഷ്ഠാനത്തിനും അവകാശം നൽകുമ്പോൾ സ്വാഭാവികമായും തുല്യതയ്ക്കും മറ്റു നിയമത്തിന് മുന്നിലുള്ള തുല്യതയ്ക്ക് കൃത്യമായ തീരുമാനങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ ഒരു നിർദ്ദേശങ്ങൾ നൽകുന്നു. ആ നിർദ്ദേശങ്ങൾ സ്ത്രീ പുരുഷ ലിംഗഭേദമൊന്നുമില്ലാതെ നടപ്പാക്കേണ്ടതാണ് എന്നൊരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സങ്കീർണമായ ഒരു പശ്ചാത്തലം ഉയർന്നു വരികയും അതിനെ ഒരു സൊല്യൂഷൻ, അതായത് ഐസൻ, ഈ സ്ത്രീകളുടെ അവകാശങ്ങളും ആരാധനാ സ്വാതന്ത്ര്യവും സംഘർഷത്തിലാകുന്ന സാഹചര്യത്തിൽ ഇടപെടുന്നു എന്നാണോ സുപ്രീം കോടതിയുടെ നീക്കത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത്തരത്തിലൊരു ഇടപെടലാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ച വിഷയത്തിൽ ഭരണഘടനാപരമായ ചില അവകാശങ്ങൾ സംരക്ഷിക്കുക മാത്രമാണ് നടപ്പായതും സ്വാഭാവികമായും അത് വലിയ ചർച്ചകൾക്ക് സാധ്യതകൾ തുറക്കുകയും ചെയ്തു. ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം എന്ന് പറയുന്നത് അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ സുപ്രീം കോടതി വിധികൾക്കെതിരായ വന്ന റിവിഷൻ പെറ്റീഷനുകളിൽ ഏറ്റവും കൂടുതൽ റിവിഷൻ പെറ്റീഷനുകൾ വരുന്നൊരു സാഹചര്യമുണ്ടായി. അതായത് പുനഃപരിശോധനാ ഹർജികൾ വരുന്നൊരു സാഹചര്യമുണ്ടായി. 50-ലേറെ പുനഃപരിശോധനാ ഹർജികളാണ് ഒറ്റയടിക്ക് തന്നെ സുപ്രീം കോടതിയിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ ഒരു പശ്ചാത്തലം തന്നെ ഒരു അസാധാരണ സാഹചര്യം ഉയർത്തിവിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഒരു റിവ്യൂ പെറ്റീഷൻ വരികയാണെങ്കിൽ അത് ബന്ധപ്പെട്ട കക്ഷികളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രീവൻസ് ഉണ്ടായവരുടെ ഭാഗത്തു നിന്ന് 1-2 എണ്ണമായിരിക്കും വരിക. പക്ഷേ എണ്ണത്തിൽ വൻതോതിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ റിവ്യൂ പെറ്റീഷനുകൾ പരിഗണിക്കണമോ എന്ന ആവശ്യം സംബന്ധിച്ച് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കാനിരിക്കുമ്പോഴാണ് കൂടുതൽ കൃത്യതയാർന്ന ഒരു തീരുമാനമെടുക്കുന്നതിന് 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് സ്ത്രീകളുടെ അവകാശങ്ങളും അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യവും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു ആശയ സംഘർഷം വരുന്ന ഒരു സാഹചര്യത്തിൽ, നിയമപരമായ നൈതിക സംഘർഷം വരുന്നൊരു സാഹചര്യത്തിൽ അന്തിമമായൊരു തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച് കൃത്യമായ നിലപാടിലേക്ക് നീങ്ങുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു ബെഞ്ച് ശബരിമല യുവതീ പ്രവേശന വിഷയവും പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിക്കുന്ന കാര്യവുമൊക്കെ വീണ്ടും പരിശോധിക്കാൻ സാധ്യത തേടുകയാണ് സുപ്രീം കോടതി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.